ഹലോ നമസ്കാരം അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അഡോബി ഇല്ലുസ്ട്രേറ്ററിൻ്റെ പേജ് സെറ്റിങ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അഡോബി ഇല്ലുസ്ട്രേറ്റർ ഈസ് എ വെക്ടർ ഇമേജ് എന്നാണ് അറിയപ്പെടുക. ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേജ് സെറ്റിങ്സിനെ കുറിച്ച് പഠിക്കാം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അഡോബി ഇല്ലുസ്ട്രേറ്റർ ഈസ് എ വെക്ടർ ഇമേജസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോരോ പോയിന്റും ചേർന്നതാണ് ഓരോ പിക്ചറുകളായി വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫോട്ടോഷോപ്പിലേക്ക് നമ്മൾ ഇമേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ പ്ലസ് അടിക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കും. അതായത് ഓരോരോ ഡോട്ട് 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 വെച്ചിട്ടാണ് എന്തായിരിക്കുന്നത് പിക്ചറുകൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ കൺട്രോൾ പ്ലസ് അടിക്കുമ്പോൾ ഓരോ പ്ലസ് അടിക്കുമ്പോഴും അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ക്വാളിറ്റി ഇങ്ങനെ ലോ ആയി വരുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇല്ലുസ്ട്രേറ്ററിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺട്രോൾ പ്ലസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തോരം പ്ലസ് അടിച്ചാലും അത് എന്താവുള്ളൂ, വെക്ടർ ഇമേജ് ആയിട്ട് തന്നെയാണ് കിട്ടുള്ളൂ. അതായത് അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്നർത്ഥം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഒരു റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോയിങ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നൊരു ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ നിന്ന് കൺട്രോൾ പ്ലസ് അടിക്കുന്ന സമയത്ത് കണ്ടോ അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല. ഇതാണ് വെക്ടർ ഇമേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാസ്റ്റർ ഇമേജും വെക്ടർ ഇമേജും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത് ഞാൻ കരുതാണ്. റാസ്റ്റർ ഇമേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സൂമിങ്ങിലും എന്താവും അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, വെക്ടർ ഇമേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സൂമിങ്ങിലും അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമില്ലാതെ തന്നെ സെയിം ക്വാളിറ്റി എന്താവും അവിടെ ഫീൽ ആവും. ഓക്കെ, സെയിം ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാം അവിടെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് റാസ്റ്റർ ഇമേജും വെക്ടർ ഇമേജും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമതായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഏതെല്ലാം രീതിയിലാണ് എന്തെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇല്ലുസ്ട്രേറ്റർ യൂസ്ഡ് ഫോർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ 30 ways ഓഫ് യു ക്യാൻ യൂസ് അഡോബി ഇല്ലുസ്ട്രേറ്റർ ഫോർ യുവർ ബിസിനസ്. അതായത് 30 കാര്യങ്ങൾ 30 കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഒറ്റയൊരു സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നാമതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ലോഗോസ്. അതായത് ഇപ്പോൾ നമ്മൾ കമ്പനികൾക്കൊക്കെ ആവശ്യമായ ലോഗോസുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇല്ലുസ്ട്രേറ്റർ എന്ന സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടാമതായിട്ട് ബിസിനസ് കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, വിസിറ്റിംഗ് കാർഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ്. ഓക്കെ, സോഷ്യൽ മീഡിയ ഗ്രാഫിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സ്പോൺസേഡ് ആയിട്ടുള്ള പോസ്റ്ററുകൾ കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇല്ലുസ്ട്രേറ്റർ എന്ന സോഫ്റ്റ്വെയറിലൂടെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇത് കൂടുതൽ നോക്കാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ബ്ലോഗ് പോസ്റ്റ് ടെംപ്ലേറ്റ്. യൂട്യൂബ്സിൻ്റെയൊക്കെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പോസ്റ്റേഴ്സ് ആൻഡ് ഫ്ലയേഴ്സ്. ഓക്കെ, ഫ്ലയറുകളും പോസ്റ്ററുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ബാനേഴ്സുകളും ഇൻഫോഗ്രാഫിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ഇൻഫോഗ്രാഫിക്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇൻഫോഗ്രാഫിക്സിൻ്റെ മോഡലുകൾ കാണാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇൻഫോഗ്രാഫിക്സ് എടുത്തു, ഇവിടുന്ന് ഇമേജസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഈ ഒരു രീതിയിലുള്ള ഇൻഫോഗ്രാഫിക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയറായ ഇല്ലുസ്ട്രേറ്ററിലൂടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതിൽ നിന്ന് ബട്ടൺസുകൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇൻവിറ്റേഷൻസ്, ലെറ്റേഴ്സ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഐഡിയയിലൂടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ചാപ്റ്ററിലേക്ക് തിരിച്ചു വരാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം നോക്കി പോയേക്കാം. ഞാൻ വീണ്ടും ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും
ഈ ഒരു വിൻഡോയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതായത് അഡോബി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ വെൽക്കം സ്ക്രീൻ എന്ന് പറഞ്ഞ രീതിയിൽ എന്താവും ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും കാണപ്പെടുക. അപ്പോൾ ഈ ഒരു വെൽക്കം സ്ക്രീനിൽ നമ്മൾ റീസെൻ്റായി യൂസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്ന് കാണണമെങ്കിൽ കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് മുമ്പ് ചെയ്തിട്ടിടുന്ന വർക്കുകളാണ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തെടുക്കാം. ക്ലോസ് ചെയ്ത് കളയാം, നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് എന്ത് വേണം, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പുതിയൊരു പേജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോഷോപ്പ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇതിലും പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫയലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, പുതിയൊരു ഡോക്യുമെൻറ്റിൻ്റെ പേജിൻ്റെ സെറ്റപ്പ് എന്താവും ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആവും. അതുമല്ലെങ്കിൽ നോക്കിയ ഫയലിൽ ന്യൂവിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഷോർട്ട് കീ കൊടുത്തിട്ടുണ്ട്, Ctrl+N എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ന്യൂവിൽ ക്ലിക്ക് ചെയ്താലും ന്യൂ ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ വരും. Ctrl+N പ്രസ് ചെയ്താലും എന്ത് വരും, ന്യൂ ഡോക്യുമെൻറ്റിൻ്റെ ഓപ്ഷൻ തന്നെ വരും. ഇതിൽ റീസെൻറ്റ്, സേവ്ഡ്, മൊബൈൽ, വെബ്, പ്രിൻ്റ്, ഫിലിം ആൻഡ് വീഡിയോ, ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻ ഇത്രയും കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. റീസെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത റീസെൻ്റ് ആയിട്ടുള്ള പേജുകളുണ്ടല്ലോ, ഇതൊക്കെയാണ് റീസെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, ഈ വർക്കുകളൊക്കെ റീസെൻ്റ് ആയിട്ട് വന്നതുപോലെ പേജുകളും എന്തായി വന്നിട്ടുണ്ട്, ഇവിടുന്ന് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളും ഇതിനു മുന്നേ യൂസ് ചെയ്ത പേജുകളുടെ അളവുകൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മൊബൈലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അളവുകൾ എന്തായിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ സാംസങ് S80 ഒരു ഡിസ്പ്ലേയുടെ ഒരളവാണ് വേണ്ടതെന്ന് വയ്ക്കുക. അപ്പോൾ മാനുവലായിട്ട് നമുക്ക് എന്താ അറിയില്ല, നമുക്ക് ഇവിടെ ആ ഒരു ഡിസ്പ്ലേയുടെ സൈസ് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലേയുടെ സൈസ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, സാംസങ് S80 ഒരു ഇത് കണ്ടോ, ഒരു ഐക്കൺ. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, ആ ഒരു ഡിസ്പ്ലേക്കൊത്ത ഒരു പേജ് എന്തായിക്കോളും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ക്രിയേറ്റ് ആയിക്കോളും. അതായത് നമ്മൾ അളവ് കൊടുക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നർത്ഥം. ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, ആ ഒരു അളവ് എന്തായിക്കോളും നമ്മുടെ പേജ് സ്ക്രീനിൽ സെറ്റ് ആയിക്കോളും. അതേപോലെ നമുക്ക് ഇവിടുന്ന് വെബിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അളവുകൾ വന്നിട്ടുണ്ട്. പ്രിന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, A4, B4, B5, A3 ആ ഒരു അളവൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, എനിക്കൊരു A4 പേജിൽ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പം നമ്മൾ ബിഗിനർ വയ്ക്കും, കാരണം നമുക്ക് A4ൻ്റെ പേജിൻ്റെ സൈസ് അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് പേജിൻ്റെ സൈസ് അറിയാൻ ചാൻസ് ഇല്ലാത്ത വരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതായത് ഇവിടെ നോക്കി ന്യൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിൻ്റ് ഉണ്ട്, ഫിലിം ആൻഡ് വീഡിയോ ഉണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അളവുകൾ കണ്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊരു അളവാണോ നമുക്ക് വേണ്ടത് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പ്രിൻറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, വെബിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, മൊബൈലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ. ഇവിടുന്ന് റീസെൻറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ യൂസ് ചെയ്ത അളവുകൾ. ആവശ്യമായ പേജുകൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി മൊബൈൽ, അതേപോലെ തന്നെ വെബ്, പ്രിൻ്റ്, ഫിലിം ആൻഡ് വീഡിയോ, ആർട്ട് ആൻഡ് ഇല്ലുസ്ട്രേഷൻ ഇത്തരം കാറ്റഗറിയിൽ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടത്തിനുള്ള പേജുകളാണ് നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ സെറ്റ് ചെയ്യേണ്ടത് എന്ന് കരുതുക. വീണ്ടും നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, നേരെ ഇവിടുന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഏതൊരു അളവാണോ വേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു, ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു, സെൻറ്റിമീറ്ററും പിക്സലും ഇഞ്ചസും ഇതെല്ലാം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യല്ല. ഏതൊരു യൂണിറ്റാണോ വേണ്ടത് ആ യൂണിറ്റ് എന്ത് ചെയ്യുക, ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുക. വിഡ്ത്ത് എനിക്കൊരു 20, ഹൈറ്റ് എനിക്കൊരു 30 വേണ്ടതെന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ അളവുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ബ്ലീഡ് എന്ന് ഭയങ്കര ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമല്ല. അത് കഴിഞ്ഞ് നമുക്ക് ഏതൊരു കളർ ഫോർമാറ്റാണോ വേണ്ടത് ആ കളർ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. കളർ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു കളർ മോഡാണോ നമുക്ക് വേണ്ടത് ആ കളർ മോഡ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. RGB ആണെങ്കിൽ RGB കൊടുത്തേക്കുക, CMYK ആണെങ്കിൽ CMYK കൊടുത്തേക്കുക. RGB എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ. CMYKയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. ഡിഫോൾട്ട് പ്രിവ്യൂ മോഡ് എപ്പോഴും ഡിഫോൾട്ടായിട്ട് കൊടുത്താൽ മതി. സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ത് ചെയ്ത് കൊടുത്തേക്കുക, 300 തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക, ക്രിയേറ്റ് ചെയ്യുക.
വീണ്ടും ഞാൻ പുതിയൊരു പേജിലേക്ക് വരുന്നുണ്ട്. സെയിം അളവിൽ തന്നെ പുതിയൊരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം ഓറിയൻറ്റേഷൻ, അതായത് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ എന്ന് വെച്ചിട്ടുണ്ട്. അതായത് തലകുത്തി നിൽക്കുന്നതും അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുക്കണം, നമുക്ക് എന്ത് ചെയ്യാം, ചെരിച്ച് കൊടുക്കാം. ഓക്കെ, ഈ ഒരു അളവിൽ തന്നെ എനിക്ക് എന്ത് വേണം, ഒരു 4 പേജ് വേണമെന്ന് വയ്ക്കുക. നമ്മൾ ബ്രോഷറൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ബ്രോഷറിനൊക്കെ 4 പേജുകളായിരിക്കും ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് വീണ്ടും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രോഷർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. BROCHURE. ബ്രോഷർ ഡിസൈൻ നോക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇമേജസിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ടും 2 പേജുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, 2 പേജുകൾ ഇവിടെ നോക്കിയേ, 1 2 3 4 മൊത്തം 4 പേജുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു പേജ് മാത്രമായിരിക്കും എന്താവുള്ളൂ ഇവിടുന്ന് സെറ്റ് ആവുള്ളൂ. എനിക്ക് ഇതുപോലത്തെ എത്ര പേജുകൾ വേണം, ഈ ഒരു സെയിം അളവിലുള്ള എത്ര പേജുകൾ വേണം, 4 പേജുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 പേജുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4 പേജുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ പേജില്ല, അത് ഞാൻ പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് കളയാണ്. വീണ്ടും ഫയലിൽ ന്യൂവിൽ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടുന്ന് ആർട്ട് ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്, എത്ര പേജസ് ആണോ വേണ്ടത് അത്രയും പേജസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ 4 പേജുകളാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്ത് കൊടുത്തേക്കുക, 4 പേജുകൾ എന്ത് ചെയ്യുക, അവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തേക്കുക. ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കണ്ടോ 1 2 3 4 4 പേജുകൾ എന്താവും ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് ബിഗിനർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് രീതിയിൽ പറയാനുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടൂൾസ് എന്താണെന്നും അതേപോലെ തന്നെ ഈ ഒരു ടൂൾസ് കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നും മൂന്നാമത്തെ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട് ക്ലിപ്പ് ആർട്ടുകളും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ ചെയ്തു കൊടുക്കാൻ പറ്റും. മെയിനായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിപ്പ് ആർട്ടുകൾ, അതായത് ക്ലിപ്പ് ആർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ആർട്ട് എന്ന് ടൈപ്പ് ചെയ്യുകയാണേ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഈ കാർട്ടൂൺ പോലെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ ഡോറ ബുജിയുടെ ആ ഒരു ക്ലിപ്പ് ആർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ക്ലിപ്പ് ആർട്ടിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലുസ്ട്രേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ് റൂമൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ. ഈ രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് എന്ത് ചെയ്ത് കൊടുക്കുക, ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അറിവുമായിട്ട് കാണാം. ബൈ.